ചെറുപ്പകാലത്ത് മക്കളോടുണ്ടായിരുന്ന ബന്ധം നമുക്ക് പ്രായമായതിനു ശേഷം ആ നിലയിൽ സാധിക്കില്ല. കാരണം ഒരു കുടുംബമാണ്, വ്യത്യസ്തമായ കുടുംബം എന്നുള്ള നിലയിൽ മക്കളോട് ഉണ്ടായിരുന്ന ബന്ധം നമുക്ക് സാധിക്കില്ല. ഈ വിഷയത്തിൽ ഒരു പക്ഷേ അമ്മമാരായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എന്ന് ഞാൻ വിചാരിക്കും. പ്രശ്നം മരുമകളാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, മരുമകളെ നന്നാക്കാനായിട്ടുള്ള നിങ്ങളുടെ പരിശ്രമം ഉപേക്ഷിക്കണം കേട്ടോ. മരുമകളെ നന്നാക്കാനുള്ള നിങ്ങളുടെ പരിശ്രമം ഉപേക്ഷിക്കണം. മകനെയും മരുമകളെയും ഉപദേശിച്ച് നേരെയാക്കാനുള്ള ജോലി നിങ്ങൾ ഏറ്റെടുക്കണ്ട. നിങ്ങൾ ഉപദേശിച്ച് അത് നന്നാകാൻ പോകുന്നില്ല. കാര്യം എന്താ ചോദിച്ചാൽ, മകനും മരുമകളും കൂടെ വഴക്കാം. നിങ്ങൾ എന്റെ മധ്യസ്ഥൻ. ആരുടെ പക്ഷം നിൽക്കും? നിങ്ങൾ മരുമകളുടെ പക്ഷേ അല്ലേ? നല്ല കാര്യം. നിങ്ങൾ അഭിപ്രായം പറയുന്നതിന് മുമ്പേ അവർക്കറിയാം ആരുടെ കാര്യമാണ് നിങ്ങൾ പറയാൻ പോകുന്നത്. മിണ്ടാതിരിക്കുന്നതല്ലേ അവർ തീർക്കണമെന്നേ വഴക്ക്. അതിനകത്ത് കയറി ഇടപെട്ട് വെറുതെ വർത്തമാനം പറഞ്ഞ് ഇത് കുളമാക്കേണ്ട യാതൊരു കാര്യമില്ല. അതിനെക്കുറിച്ച് ഏത് മനഃശാസ്ത്രജ്ഞനാ പറയുന്നത് എനിക്കറിയത്തില്ല. മകന്റെയും മരുമകളുടെയും പ്രശ്നം പരിഹരിക്കാനുള്ള മനഃശാസ്ത്രജ്ഞന്മാരല്ല അപ്പനോ. അവർക്ക് സാധിക്കില്ല. അത് വേറെ ആളുകളെ ഏൽപ്പിക്കുകയോ അവരത് ചെയ്യട്ടെ. അവർ പ്രായമുള്ള ആൾക്കാരല്ലേ, ചെയ്യട്ടെ. ഒരുപക്ഷെ ബന്ധങ്ങളിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ബന്ധം അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധമാണ്. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് റിലേഷൻഷിപ്പ്. അതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ട്. അമ്മായിയമ്മ അല്ലെങ്കിൽ അമ്മ പറയും എന്ത് പറഞ്ഞു, അത് അവൾ ശരിയായ അർത്ഥത്തിൽ എടുക്കില്ല. മരുമകളെന്താ പറയുന്നറിയോ? അതേ സ്ഥാനം പറയുന്നത്. ഏത് നിലയിൽ പറഞ്ഞാലും അമ്മായിയമ്മ അത് ശരിയായ രീതി. എല്ലാ അമ്മായിയമ്മമാരെ കുറിച്ചും അല്ല, ഞാൻ പൊതുവായിട്ടാ പറയുന്നത്. എത്ര കൂടി അമ്മായിയമ്മയാണെങ്കിലും ശരി, മരുമകളെ ഉപദേശിച്ച് നന്നാക്കാനായിട്ട് ശ്രമിച്ചാൽ അത് പൊളിയും എന്നുള്ളതിന് യാതൊരു തരത്തില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ കുടുംബ കാര്യങ്ങളിലും അവരുടെ തീരുമാനങ്ങളിലും ഒന്നും നിങ്ങൾ കൈകടത്താനാണ് ശ്രമിക്കുക. അവരെ ജീവിക്കാൻ അനുവദിക്കുക. നിങ്ങളുടെ ബന്ധം നിങ്ങൾ ഔപചാരികമാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് നിങ്ങളുടെ മകൻ പഴയ നിലയിൽ ഉണ്ടായിരുന്ന ബന്ധം നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം അവന്റെ ജീവിതത്തിൽ നിങ്ങളെക്കാൾ പ്രാധാന്യമേറിയ വേറൊരു വ്യക്തിയുണ്ട്, അതവന്റെ ഭാര്യയാണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കുടുംബജീവിതത്തെ തകർക്കാനുള്ള ഒരു നീക്കവും നമ്മുടെ ഭാഗത്തു നിന്ന് പാടില്ല. അത് അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ബന്ധത്തിൽ നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ. മരുമകളെ പിഴക്കി മോനെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. മരുമകൾ പിണക്കുക, പക്ഷെ മോൻ സ്നേഹം നല്ലൊരു പരിപാടിയല്ല. അപ്പൊ അതുകൊണ്ട് യു ഹാവ് ടു റെസ്പെക്ട് യുവർ ഡോട്ടർ ഇൻ ലോ. നിങ്ങളുടെ മരുമകളെ നിങ്ങൾ വളരെ കാര്യമായിട്ട് പരിഗണിക്കണം. അവരുടെ ദോഷവും കുറ്റവും ഒന്നും പരിഹരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണ്ട. അവരോട് ഏറ്റവും നല്ല ബന്ധം, ഒരുപാട് സംസാരിക്കാതിരുന്ന ബന്ധം വെച്ചായിരിക്കും. ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ സാധിക്കും. കുഞ്ഞുങ്ങളോട് നല്ല ബന്ധമാണ് എങ്കിൽ അതൊരു വലിയ അനുഗ്രഹം. പല മാതാപിതാക്കന്മാർക്കും അത് സാധിക്കുന്നു. കുഞ്ഞുങ്ങള് നിങ്ങളുടെ പ്രായമായ അവസ്ഥയിൽ നിങ്ങളെ നോക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഭാഗ്യമുള്ള മാതാപിതാക്കന്മാർ. എന്നാൽ നേരത്തെ അവർ നമ്മളെ നോക്കും, അവർ നമ്മളെ പരിപാലിക്കും എന്നൊന്നും അമിതമായ വിശ്വാസം നിങ്ങൾക്ക് വേണ്ട. അമിതമായ വിശ്വാസം വേണ്ട. ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ജീവനോട് ഇരിപ്പാൻ ദൈവം ഭാഗ്യം തന്നെങ്കിൽ നിങ്ങളാവോളം നിങ്ങൾ സ്വതന്ത്രമായി ജീവിക്കാൻ തന്നെ നിങ്ങൾ തീരുമാനിക്കും. എൻ്റെ അപ്പനും അമ്മയും 90 വയസ്സ് വരെ അവര് തന്നെ ജീവിച്ച ആളുകൾ. ഒരു മകന്റെയും ഒരു മകളുടെയും വീട്ടിൽ പോയില്ല. അവര് പറയും ഞങ്ങളെ കാണാൻ താല്പര്യമുള്ളവർ വരാൻ. അവസാനത്തെ 3 വർഷം ഒരു മകനോട് താമസിച്ചത് ഞാൻ വിചാരിക്കുന്നു അത് അത്രത്തോളം സന്തോഷകരമായി. നിങ്ങളാകുമ്പോൾ സ്വതന്ത്രമായിട്ട് ജീവിക്കുക. അവള് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ മക്കള് നോക്കുന്ന അമ്മയപ്പന്മാര് അല്ലെ അമ്മയപ്പന്മാരെ നോക്കാൻ മനസ്സുള്ള മക്കൾ ഈ നാളിൽ കുറവാകട്ടും. എന്നാൽ അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് വളരെ യാതൊരു മടിയോ അല്ലെങ്കിൽ യാതൊരു വിധമായ ബുദ്ധിമുട്ടോ ഇല്ലാതെ വളരെ ബലഹീനരായിരിക്കുന്ന മാതാപിതാക്കളെ വർഷങ്ങളോളം നോക്കിയ മക്കളുണ്ട്. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവരോട് ദൈവം ധാരാളം കരുണ ചെയ്യട്ടെ. ഇതൊക്കെ വലിയ പ്രയാസമുള്ള ജോലിയാണ്. മരുമകള് താല്പര്യമില്ലാത്ത ആളാണ് എങ്കിൽ കാര്യം വലിയ കുഴപ്പമില്ല.
മകന് സ്നേഹം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? ഞാൻ ഒരു അമ്മായിയപ്പനെ കുറിച്ച് പറഞ്ഞു. അപ്പനെ വീട്ടിൽ കൊണ്ടുവരാനായിട്ട് മരുമകൾ സമ്മതിക്കില്ല. എന്നാൽ മരുമകള് അങ്ങനെ ചെയ്യണമെന്ന് പറയാനുള്ളതായിരിക്കുന്ന ആ ഒരു ധൈര്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിരിക്കും നിലപാടോ മകനുമില്ല. എന്നാൽ സങ്കടം വരുമ്പോൾ മകന് അപ്പനെ പോയി കൊണ്ടുവരും. ഒരു ദിവസം വന്ന് അപ്പൻ വീട്ടിൽ താമസിക്കും. വീട്ടിൽ താമസിച്ച പിറ്റേ ദിവസം രാവിലെ കൊണ്ടുവിടണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പ്രശ്നം. കൊണ്ടുവിട്ട് കഴിയുമ്പോൾ മരുമകൾ ഒരു കാര്യം ചെയ്യും. അപ്പന് കൊടുത്തതായിരിക്കുന്ന കൈലി, അപ്പൻ ഇട്ടതായിരിക്കുന്ന ബെന്നിന്, ഇത് രണ്ടും ഒരു വടിയുടെ അറ്റത്ത് ഇങ്ങനെ ചുരുട്ടിയതിന് ശേഷം മുറ്റത്ത് ഒരു തെങ്ങുണ്ടായിരുന്നു, ചുവട്ടി കൊണ്ടുപോയി കത്തി. അതാണ് അവളുടെ നടപടി. പിറ്റേ മാസത്തിലൊരിക്കലും വരാനുള്ള വിശ്വാസമുള്ളൂ. പിറ്റേ മാസം വരും. അപ്പൊ ഒരു പുതിയ ഷർട്ടും ഒരു പുതിയ കൈലിയും ഉണ്ട്. അത് അദ്ദേഹത്തിന് കൊടുക്കും. പോകുമ്പോൾ വീണ്ടും വടിയിൽ ചുരുട്ടും വെളിക്കൊണ്ടിട്ട്. അതേപോലെ സഹോദരങ്ങളെ, ഞാൻ പറയാം, മക്കള് നമ്മളെ നോക്കും, അവർ നമ്മളെ സംരക്ഷിക്കുന്നൊന്നും അങ്ങനെ അങ്ങ് പ്രതീക്ഷിക്കണ്ട. അങ്ങനെ സംഭവിച്ചെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നിങ്ങളാ ലാഭമുണ്ടും ദൈവം നിങ്ങൾക്ക് തരുന്ന കരുത്തും ആരോഗ്യവും അനുസരിച്ച് നിങ്ങൾ തനിയെ ജീവിക്കാനായിട്ട് നിങ്ങൾ മനസ്സൊരുക്കണം. എന്നാൽ മക്കൾക്ക് സഹായകരമായ രീതിയിലൊക്കെ ആണെങ്കിൽ അവർക്ക് സന്തോഷമായിരിക്കും കേട്ടോ. പിള്ളേരെ പിന്നെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകണം, ഭർത്താവിന് ജോലിക്ക് പോകണം, പിള്ളേരെ നോക്കാൻ ആരുമില്ല. അന്നേരം അപ്പനും അമ്മയും കൂടെ വന്നു സന്തോഷം അവർക്ക്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞാലും ആ ഭാര്യ ഭർത്താവും കൂടെ പറഞ്ഞ അടുക്കളയിൽ വെച്ച് നമുക്ക് വരിയിരിക്കും. ഞാൻ പറയുന്നത് അവൻ പോകും, പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് അവർ മര്യാദയൊക്കെ ഉണ്ടാക്കി നിന്നോളൂ. എന്നാൽ അപ്പനും അമ്മ ഒരു ഭാരമാണ്. അവരെ കൊണ്ട് ആവശ്യമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് വ്യത്യാസമാകും. ഒരിക്കലും ഈ കഥ പറയാതിരിക്കാൻ പറ്റില്ല. ഫ്രാൻസിലാണെന്നാണ് കേട്ടിട്ടുള്ള കഥ. അന്നത്തെ രീതി അനുസരിച്ച് അപ്പനെന്താ, അമ്മയുടെ കാര്യം എനിക്കറിയില്ല. അപ്പന് ഒരു 60 വയസ്സായി കഴിഞ്ഞാൽ ഈ അപ്പനെ പൊക്കിക്കൊണ്ട് പോയിട്ട് വലിയ മലയുണ്ട്, മലയിൽ നിന്ന് താഴോട്ട്. അങ്ങനെ അപ്പൻ്റെ കാര്യം തീർക്കും, ശല്യവും മാറി. അപ്പൊ അതാണ് അവരുടെ രീതി. അവ ഈ ഒരു മോനെ അപ്പനെ പൊക്കിക്കൊണ്ട് പോവുക, പോയിക്കൊണ്ട് പൊക്കിയെടുത്ത് പറഞ്ഞ കുറച്ച് കയറിയപ്പോൾ ക്ഷീണിച്ചപ്പോ ഒരു കല്ലേര് വെച്ച് കഴിഞ്ഞപ്പോ അപ്പൻ ചിരിക്കുക. അപ്പനെ തല്ലിയിരിക്കുന്നത് മോനെ, എന്റെ അപ്പനെ ഞാൻ ഇവിടെ തന്നെ വെച്ചോ, ഇനി ഇച്ചിലൂടെ പോയി കഴിഞ്ഞാൽ മലയാളം. എന്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ അധ്വാനിച്ച് ബുദ്ധിമുട്ടി നമ്മളുടെ ഊർജവും എല്ലാം ചെലവഴിച്ച് വളർത്തിക്കൊണ്ടുവന്ന മക്കൾ നമ്മളെ പുലർത്തുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ അവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും. അപ്പൊ അത് ഒരു സങ്കീർണമായ ബന്ധമാണ് എന്ന് ഞാൻ നിങ്ങളോട്